പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. എല്ലാ എക്സാമുകൾക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്നത്തേത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 2040ഓടെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിലെത്തിച്ച് ഭൂമിയിൽ തിരിച്ചിറക്കുന്ന ചന്ദ്രയാൻ 4 മിഷന് കേന്ദ്ര സർക്കാർ എത്ര കോടി രൂപയാണ് അനുവദിച്ചത്? 2040ഓടെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിലെത്തിച്ച് ഭൂമിയിൽ തിരിച്ചിറക്കുന്ന ചന്ദ്രയാൻ 4 മിഷന് കേന്ദ്ര സർക്കാർ എത്ര കോടി രൂപയാണ് അനുവദിച്ചത്? 2104.06 കോടി. 2104.06 കോടി രൂപയാണ് അനുവദിച്ചത്. അതുപോലെ ആദ്യത്തെ ശുക്ര ദൗത്യമാണ് വീനസ് ഓർബിറ്റർ മിഷൻ. വീനസ് ഓർബിറ്റർ മിഷൻ. വീനസ് ഓർബിറ്റർ മിഷൻ എന്നത് നമ്മുടെ ആദ്യത്തെ ശുക്ര ദൗത്യമാണ്. ഓർബിറ്റർ മിഷൻ, വീനർ ഓർബിറ്റർ മിഷനാണ് ആദ്യത്തെ ശുക്ര ദൗത്യം. ഇതിനു വേണ്ടി അനുവദിച്ചിട്ടുള്ളത് 1236 കോടി രൂപയാണ്. 1236 കോടി രൂപയാണ് വീനസ് ഓർബിറ്റർ മിഷന് വേണ്ടി അനുവദിച്ചത്. ഇന്ത്യൻ കാടുകളിൽ നിന്ന് അപ്രത്യക്ഷമായ ചീറ്റകളെ രാജ്യത്ത് പുനരധിവസിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രോജക്ട് ചീറ്റയ്ക്ക് 2024 സെപ്റ്റംബർ 17 എത്ര വയസ്സ് തികഞ്ഞു? ഇന്ത്യൻ കാടുകളിൽ നിന്ന് അപ്രത്യക്ഷമായ ചീറ്റകളെ രാജ്യത്ത് പുനരധിവസിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രോജക്ട് ചീറ്റയ്ക്ക് 2024 സെപ്റ്റംബർ 17 എത്ര വയസ്സ് തികഞ്ഞു? 2 വയസ്സ് തികഞ്ഞു. ഡൽഹിയിലെ എത്രാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി? ഡൽഹിയിലെ എത്രാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി? 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി. ബാക്കി രണ്ടുപേർ ആരൊക്കെയായിരുന്നു? ഷീല ദീക്ഷിത്, അതുപോലെ സുഷമ സ്വരാജ്. ഷീല ദീക്ഷിത്, സുഷമ സ്വരാജ് എന്നിവരായിരുന്നു മറ്റു 2 വനിതാ മുഖ്യമന്ത്രിമാർ. ഡൽഹിയിലെ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി. തമിഴ്നാട്ടിലെ ഏത് രാഷ്ട്രീയ കക്ഷിയാണ് 2024 75ാം പിറന്നാൾ ആഘോഷിച്ചത്? തമിഴ്നാട്ടിലെ ഏത് രാഷ്ട്രീയ കക്ഷിയാണ് 2024 75ാം പിറന്നാൾ ആഘോഷിച്ചത്? DMK ദ്രാവിഡ മുന്നേറ്റ കഴകമാണ് 2024 75ാം പിറന്നാൾ ആഘോഷിച്ചത്. 1949 സെപ്റ്റംബർ 17 ഈ ഒരു രാഷ്ട്രീയ കക്ഷി രൂപവത്കരിച്ചത്. 1949 സെപ്റ്റംബർ 17 ദ്രാവിഡ മുന്നേറ്റ കഴകം രൂപവത്കരിച്ചത്. ആരുടെ നേതൃത്വത്തിലാണ്? CN അണ്ണാദുരൈയുടെ നേതൃത്വത്തിലാണ്. CN അണ്ണാദുരൈ. 1949 സെപ്റ്റംബർ 17 CN അണ്ണാദുരൈയുടെ നേതൃത്വത്തിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം പ്രവർത്തനം ആരംഭിച്ചത്. ഏതെല്ലാം രാജ്യങ്ങളിലാണ് അടുത്തിടെ പേജർ സ്ഫോടന പരമ്പരയിൽ ജീവാപായം ഉണ്ടായത്? ഏതെല്ലാം രാജ്യങ്ങളിലാണ് അടുത്തിടെ പേജർ സ്ഫോടന പരമ്പരയിൽ ജീവാപായം ഉണ്ടായത്? ലബനൻ, സിറിയ. അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ICC സ്ത്രീ പുരുഷ സമത്വം ഉറപ്പുവരുത്തുന്ന ഏതു തീരുമാനമാണ് കൈക്കൊണ്ടത്? അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ICC സ്ത്രീ പുരുഷ സമത്വം ഉറപ്പുവരുത്തുന്ന ഏതു തീരുമാനമാണ് കൈക്കൊണ്ടത്? 2024 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാവാകുന്ന വനിതാ ടീമിന് പുരുഷ ജേതാക്കളുടെ അതേ തുക സമ്മാനമായി പ്രഖ്യാപിച്ചുകൊണ്ട്. 2024 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാവാകുന്ന വനിതാ ടീമിന് പുരുഷ ജേതാക്കളുടെ അതേ തുക സമ്മാനമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് സ്ത്രീ പുരുഷ സമത്വം ഉറപ്പുവരുത്തുന്ന തീരുമാനം കൈക്കൊണ്ടത്. ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കിയിൽ ഇന്ത്യ ഏത് രാജ്യത്തെ തോൽപ്പിച്ചാണ് കിരീടം നിലനിർത്തിയത്? ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കിയിൽ ഇന്ത്യ ഏത് രാജ്യത്തെ തോൽപ്പിച്ചാണ് കിരീടം നിലനിർത്തിയത്? ചൈനയെ തോൽപ്പിച്ചാണ് കിരീടം നിലനിർത്തിയത്. ലോകമുള ദിനം വേൾഡ് ബാംബു ഡേ എന്നാണ്. ലോകമുള ദിനം വേൾഡ് ബാംബു ഡേ എന്നാണ് സെപ്റ്റംബർ 18 ലോക മുള ദിനം. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന കേന്ദ്ര പദ്ധതിയുടെ പേരെന്ത്? 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന കേന്ദ്ര പദ്ധതിയുടെ പേര് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പേര്.
ABPMJAY കൂടി ഉണ്ട് കേട്ടോ. ABPMJAY. അന്താരാഷ്ട്ര ക്രിക്കറ്റ് അമ്പയർ ആകുന്ന ആദ്യ പാകിസ്ഥാനി വനിത ആര്? അന്താരാഷ്ട്ര ക്രിക്കറ്റ് അമ്പയർ ആകുന്ന ആദ്യ പാകിസ്ഥാനി വനിത സലീമ ഇംതിയാസ്. ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകന്മാരുടെ സംരക്ഷണത്തിനായി രാജ്യത്ത് ആദ്യമായി ആരംഭിച്ച സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകന്മാരുടെ സംരക്ഷണത്തിനായി രാജ്യത്ത് ആദ്യമായി ആരംഭിച്ച സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? ജഡായു കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെന്റർ. ഇത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ഒന്നുകൂടി വായിക്കാം. ജഡായു കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെന്റർ മഹാരാജഗഞ്ച് യുപിയിലാണ് ഇത് കേട്ടോ, ഉത്തർപ്രദേശിലാണ്. ജഡായു കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെന്റർ മഹാരാജഗഞ്ച് UP. ഏഷ്യൻ കിങ് എന്ന് പറയുന്ന കഴുകന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് രാജ്യത്ത് ആദ്യമായി ആരംഭിച്ച സംരക്ഷണ കേന്ദ്രമാണ് ഇത്. കേരളത്തിൽ ഏത് ജില്ലയിലാണ് എംപോക്സ് സ്ഥിരീകരിച്ചത്? കേരളത്തിൽ ഏത് ജില്ലയിലാണ് എംപോക്സ് സ്ഥിരീകരിച്ചത്? എവിടെയാണ്? മലപ്പുറത്താണ് എംപോക്സ് സ്ഥിരീകരിച്ചത്. M4 മലപ്പുറം എന്ന് ഓർത്താൽ മതി. കേരളത്തിലെ മലപ്പുറത്താണ് എംപോക്സ് സ്ഥിരീകരിച്ചത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ പൈലറ്റ് എന്ന നേട്ടം സ്വന്തമാക്കിയത് ആര്? ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ പൈലറ്റ് എന്ന നേട്ടം സ്വന്തമാക്കിയത് മോഹന സിംഗ്. ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ ABC ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആര്? ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ ABCയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി റിയാദ് മാത്യു. കേന്ദ്ര സർക്കാർ അടുത്തിടെ ആരംഭിച്ച NPS വാത്സല്യ എന്താണ്? കേന്ദ്ര സർക്കാർ അടുത്തിടെ ആരംഭിച്ച NPS വാത്സല്യ എന്താണ്? രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്ന പദ്ധതി. രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്ന പദ്ധതിയാണ് NPS വാത്സല്യ. 2024 സെപ്റ്റംബർ 20 അന്തരിച്ച ചലച്ചിത്ര നടി കവിയൂർ പൊന്നമ്മ ആദ്യമായി അഭിനയിച്ച സിനിമ. 2024 സെപ്റ്റംബർ 20 അന്തരിച്ച ചലച്ചിത്ര നടി കവിയൂർ പൊന്നമ്മ ആദ്യമായി അഭിനയിച്ച സിനിമ ശ്രീരാമ പട്ടാഭിഷേകം. അടുത്തിടെ അന്തരിച്ച വേലായുധൻ പണിക്കശ്ശേരി ഏതു നിലയിൽ പ്രശസ്തി നേടിയ വ്യക്തിയാണ്? അടുത്തിടെ അന്തരിച്ച വേലായുധൻ പണിക്കശ്ശേരി ഏതു നിലയിൽ പ്രശസ്തി നേടിയ വ്യക്തിയാണ്? ചരിത്രകാരനാണ്. ലോക അൽഷീമേഴ്സ് ദിനം എന്നാണ്. ലോക അൽഷീമേഴ്സ് ദിനം സെപ്റ്റംബർ 21. സിന്ധു നദീതട നാഗരികതയെപ്പറ്റി ലോകമറിഞ്ഞ ലേഖനം പ്രസിദ്ധീകൃതമായിട്ട് 2024 എത്ര വർഷം തികഞ്ഞു? സിന്ധു നദീതട നാഗരികതയെപ്പറ്റി ലോകമറിഞ്ഞ ലേഖനം പ്രസിദ്ധീകൃതമായിട്ട് 2024 എത്ര വർഷം തികഞ്ഞു? 100 വർഷം തികഞ്ഞു. 1924 സെപ്റ്റംബർ 20 ഈ ഒരു ലേഖനം പ്രസിദ്ധീകൃതമായത്. സെപ്റ്റംബർ 20 2024 100 വർഷം തികഞ്ഞു. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.